ശണ്ടാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലയനം യോഗവേദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ സത്രാജിത്തിൻ്റെയും ശതധന്വാവിൻ്റെയും പദം ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കാൻ തുടങ്ങിയത്. ശതധന്വാവിൻ്റെ പലായനത്തെക്കുറിച്ച് അറിവ് കിട്ടിയപ്പോൾ കൃഷ്ണനും ബലരാമനും ഗരുഡൻ കൊടിയടയാളമായിട്ടുള്ള തേരിലേറി അയാളെ അനുധാവനം ചെയ്തു. ഒരു ശ്രേഷ്ഠ വ്യക്തിയായിരിക്കുന്ന സത്രാജിത്തിനെ വധിച്ചതിൻ്റെ പേരിൽ ശതധന്വാവിനോട് ഒരു പ്രത്യേക രോഷം കൃഷ്ണനുണ്ടായിരുന്നു. സത്രാജിത്ത് കൃഷ്ണൻ്റെ ശ്വശൂരനാണ്. ഒരു ശ്രേഷ്ഠ വ്യക്തിക്കെതിരായി പ്രവർത്തിക്കുന്ന നിഷേധിയെ അഥവാ ഗുരുദ്രോഹിയെ കുറ്റത്തിൻ്റെ വ്യാപ്തിക്ക് അനുസരണമായിട്ട് ഉടൻ തന്നെ ശിക്ഷിക്കണമെന്നാണ് ശാസ്ത്ര അനുശാസനം. തൻ്റെ ശ്വശൂരനെ വധിച്ച ശതധന്വാവിനെ ഏതു വിധത്തിലും വധിച്ചേ തീരൂ എന്നായിരുന്നു കൃഷ്ണൻ്റെ തീരുമാനം. ശതധന്വാവിൻ്റെ കുതിര ഓടിത്തളർന്ന് മിഥിലയിലെ ഒരു ഉദ്യാന മന്ദിരത്തിന് സമീപം ചത്തുവീണു. കുതിരയുടെ സഹായം കിട്ടാതെ വന്നപ്പോൾ അയാൾ അതിവേഗത്തിൽ ഓടിത്തുടങ്ങി. ശതധന്വാവിനോട് നീതി പുലർത്താൻ കൃഷ്ണനും ബലരാമനും തേരിൽ നിന്നിറങ്ങി കാൽനടയായിട്ട് അയാളെ പിന്തുടർന്നു. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കെ കൃഷ്ണൻ സുദർശന ചക്രം കൊണ്ട് ശതധന്വാവിൻ്റെ ശിരസ് ഛേദിച്ചു. ശതധന്വാവ് കൊല്ലപ്പെട്ട ഉടനെ കൃഷ്ണൻ സമന്തക രത്നത്തിന് വേണ്ടി അയാളുടെ ഉടുവസ്ത്രവും ഉത്തരീയവും പരിശോധിച്ചു. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം ബലരാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇയാളെ കൊന്നത് വെറുതെയായി. അയാളുടെ ദേഹത്തൊന്നും രത്നം കാണുന്നില്ല. അപ്പോൾ ബലരാമൻ നിർദ്ദേശിച്ചു, രത്നം ദ്വാരകയിൽ മറ്റാരുടെയെങ്കിലും കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കും. അതിനാൽ നീ മടങ്ങിപ്പോയി അത് കണ്ടുപിടിക്കുക. കുറേ നാൾ മിഥിലയിൽ കഴിഞ്ഞ് കൂടാനുള്ള തൻ്റെ ആഗ്രഹം ബലരാമൻ വെളിപ്പെടുത്തി. എന്തെന്നാൽ അവിടുത്തെ രാജാവ് ബലരാമൻ്റെ ഉത്തമ സുഹൃത്തായിരുന്നു. അതനുസരിച്ച് കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങി ബലരാമനും മിഥിലാപുരിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അങ്ങനെ കൃഷ്ണനും ബലരാമനും കൂടി ശതധന്വാവിനെ പിന്തുടർന്ന് ശതധന്വാവിനെ വധിച്ചു. ശ്രീ ബലരാമൻ മിഥിലയിൽ എത്തിയതറിഞ്ഞ മിഥിലാധിപൻ അത്യന്തം സന്തുഷ്ടനായി സർവവിധ ബഹുമാന ആദരങ്ങളോടും ആതിഥ്യ മര്യാദകളോടും കൂടി ഭഗവാനെ സ്വീകരിച്ചു. ബലരാമനെ സന്തോഷിപ്പിക്കാനായി അനേക ഉപഹാരങ്ങൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. മിഥിലാധിപനായിരിക്കുന്ന ജനകമഹാരാജാവിൻ്റെ ബഹുമാന്യ അതിഥിയായിട്ട് ബലരാമൻ ഏറെക്കാലം മിഥിലാപുരിയിൽ താമസിച്ചതായിട്ട് പറയുന്നു. അക്കാലത്താണ് ധൃതരാഷ്ട്രരുടെ മൂത്തപുത്രനായ ദുര്യോധനൻ മിഥിലയിലെത്തി ബലരാമനിൽ നിന്ന് ഗദായുദ്ധ കല അഭ്യസിച്ചത്. അപ്പോൾ മിഥിലയിൽ കുറേ കാലം അതിഥിയായിട്ട് ബലരാമൻ ജനക മഹാരാജാവിൻ്റെ അടുത്ത് താമസിച്ചു എന്ന് പറയുന്നു. ആ കാലത്താണ് ദുര്യോധനൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായത് ഗദായുദ്ധത്തിന്. ശതധന്വാവിനെ വധിച്ച ശേഷം കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങി. ഭാര്യയായിരിക്കുന്ന സത്യഭാമയെ സന്തോഷിപ്പിക്കാൻ അവളുടെ പിതാവിൻ്റെ ഘാതകനായിരിക്കുന്ന ശതധന്വാവിൻ്റെ മരണത്തെക്കുറിച്ച് അവളോട് പറയുകയും ചെയ്തു. അവൻ്റെ കയ്യിൽ നിന്ന് രത്നം കണ്ട് എടുക്കാൻ പറ്റാത്ത കാര്യവും അറിയിച്ചു. തുടർന്ന് ശ്വശൂരൻ്റെ ബഹുമാനാർത്ഥം കൃഷ്ണൻ സത്യഭാമയോടൊത്ത് അദ്ദേഹത്തിൻ്റെ ശേഷക്രിയാദികൾ ചെയ്തു. മതാചാരപ്രകാരമുള്ള ചടങ്ങുകളോടെ നടത്തുകയും ചെയ്തു. ആ ചടങ്ങുകളിൽ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികളുടെ ഒത്ത് പങ്കെടുത്തിരുന്നു. എല്ലാവരും പങ്കെടുത്തു. സത്രാജിത്തിനെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ മുഖ്യ പങ്കാളിയായിരുന്ന അക്രൂരനും കൃതകർമാവും അക്കാര്യത്തിൽ ശതധന്വാവിനെ പ്രേരിപ്പിച്ചിരുന്നു. എന്നാൽ ശതധന്വാവ് കൃഷ്ണൻ്റെ കൈകൊണ്ട് മരണമടഞ്ഞ കാര്യവും കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയും കേട്ടയുടനെ അവരിരുവരും ദ്വാരക വിട്ടു. അക്രൂരിൻ്റെ അസാന്നിധ്യത്തിൽ പ്രകൃതിക്ഷോഭത്തിൻ്റെയും മഹാമാരിയുടെയും ഭീഷണി ഉണ്ടായേക്കാമെന്ന് ദ്വാരകാ നിവാസികൾ ആശങ്കാകുലരായി. ഭഗവാൻ കൃഷ്ണൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് ഏതെങ്കിലും മഹാമാരിയോ ദുരഭിക്ഷമോ പ്രകൃതിക്ഷോഭമോ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ലെന്നിരിക്കെ ഇത് ഒരു തരം അന്ധവിശ്വാസം മാത്രമായിരുന്നു.
ഈ അക്രൂരനും കൃതകർമാവും ഈ സത്രാജിത്തിനെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ ശതധന്യാവ്, അക്രൂരൻ, കൃതകർമാവ് ഇവർ 3 പേര് കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണ് സത്രാജിത്തിനെ കൊന്നത്. എന്നാൽ പിന്നീട് ശതധന്യാവിനെ ഇവർ സഹായിക്കാനൊന്നും നിന്നില്ല. പക്ഷേ എന്നാലും കൃഷ്ണൻ അറിഞ്ഞുകൊണ്ട് തങ്ങളെ ശിക്ഷിക്കുമെന്നുള്ള ഭയത്താൽ അക്രൂരൻ കൃതകർമാവ് കൃഷ്ണൻ തിരിച്ചു വന്ന് ശതധന്യാവിനെ കൊന്നു എന്നൊക്കെ അറിഞ്ഞു. എന്തായാലും ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അക്രൂരൻ കൃതകർമാവും ദ്വാരക വിട്ടു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിരുന്ന അക്രൂരര് എങ്ങനെ ഇതിൽ പെട്ടു എന്ന് നമുക്ക് ഇന്നലെ തന്നെ സംശയം തോന്നിയതാണ്. അതേപ്പറ്റി ഒരു ന്യായീകരണവും പറയുന്നുണ്ട്. എന്തായാലും അക്രൂരരും ഈ ഭക്തരായിരുന്നാലും ചിലപ്പോൾ ഈ സംഘദോഷവും സമ്പർക്കദോഷവും കൊണ്ട് മറ്റുള്ളവരുടെ കൂട്ടുകൂടിയിട്ട് ഗൂഢാലോചനയിലൊക്കെ പങ്കെടുക്കും. നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തില്ലെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുകയോ അനുമോദിക്കുകയോ മനസ്സുകൊണ്ട് അനുമോദിച്ചാൽ, ഒരാൾ തെറ്റ് ചെയ്താൽ അതിൽ നേരിട്ട് ചെയ്താൽ അതിൻ്റേതായ ശിക്ഷ കിട്ടും, പിന്നെ ചെയ്യിപ്പിച്ചാൽ അതിന് വേറെ ശിക്ഷ, ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിനെ ചെയ്യാൻ സഹായിച്ചാൽ അതിന് വേറെ ശിക്ഷ, ഇനി ചെയ്തത് അനുമോദിച്ചാൽ അതിനുമുണ്ട് ശിക്ഷ എന്നർത്ഥം. നമ്മൾ വെറുതെ ഒരു പങ്കുമില്ല, നിരപരാധിയാണ്, അത് നന്നായി എന്ന് പറഞ്ഞാൽ മതി, അപ്പം അതിന് ശിക്ഷ കിട്ടും. ഇങ്ങനെ ഈ കുറ്റവും ശിക്ഷയും നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നടപ്പാക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും ഒക്കെ കണക്കെടുക്കുന്ന അർത്ഥം. എന്തായാലും അക്രൂരൻ്റെ അഭാവത്തിൽ ദ്വാരകയിൽ ചില്ലറ ശല്യങ്ങളൊക്കെ ഉണ്ടായി. ഒരിക്കൽ കാശി രാജ്യത്തെ വാരണാസിയിൽ കടുത്ത വരൾച്ചയുണ്ടായി. അല്പകാലം പോലും മഴ ലഭിച്ചില്ല. ആ സമയത്ത് ഗാന്ധിനി എന്നു പേരായ തൻ്റെ മകളെ അക്രൂരൻ്റെ പിതാവായ സ്വൽഫകന് വിവാഹം കഴിച്ചു കൊടുക്കാൻ കാശിരാജൻ തീരുമാനിച്ചു. തൻ്റെ മകളെ അക്രൂരൻ്റെ പിതാവായിരിക്കുന്ന സ്വൽഫകനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. കാശിരാജൻ അങ്ങനെ തീരുമാനിച്ചതിൽ വൈദജ്ഞൻ്റെ ഉപദേശമനുസരിച്ചുകൊണ്ട് കാശിരാജാവ് ഈ തീരുമാനമെടുത്തത്. രാജാവിൻ്റെ മകളും സ്വൽഫകനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതോടെ ആ പ്രദേശത്ത് വേണ്ടത്ര മഴ ലഭിച്ചു എന്നതും സത്യമാണ്. സ്വൽഫകൻ്റെ ഈ പ്രകൃത്യാതീത ശക്തി മൂലം പുത്രനായ അക്രൂരനെയും തുല്യശക്തനായിരിക്കുന്ന ജനങ്ങൾ കരുതിയിരുന്നു. അക്രൂരനും അതേപോലെ. അപ്പോൾ അക്രൂരൻ്റെ പുത്രനാണ് ശോഭൽകൻ എന്ന് പറയുന്നത്. അതോടുകൂടി അവിടെ അപ്പോൾ പുത്രനായിരിക്കുന്ന അക്രൂരർ അവിടെ എത്തി തുല്യശക്തിയായിട്ട് ജനങ്ങൾ കരുതിയിരുന്നു. തന്നെയുമല്ല, അക്രൂരനോ പിതാവോ ഉള്ളിടത്ത് പ്രകൃതിക്ഷോഭമോ ദുർഭിക്ഷമോ വരൾച്ചയോ ഉണ്ടാവുകയില്ലെന്ന ധാരണയും ജനങ്ങൾക്കുണ്ടായിരുന്നു. ഇത് ദ്വാരകാ നിവാസികൾക്കും അറിയാമായിരുന്നു. അക്രൂരന് ഒരു പ്രത്യേക ശക്തി ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. എന്തായാലും ഭഗവാന്റെ ഭക്തനുമായിരുന്നു. ദുർഭിക്ഷമോ മഹാമാരിയോ അത്യുഷ്ണമോ അതിശൈത്യമോ ഇല്ലാത്തതും അതേപോലെ തന്നെ ശാരീരികവും മാനസികവുമായ ആധ്യാത്മികവുമായുള്ള സന്തോഷം അനുഭവിക്കുന്ന ജനങ്ങൾ വസിക്കുന്നതുമായ രാജ്യമാണ് ഏറ്റവും സന്തുഷ്ടമായ രാജ്യം എന്ന് പറയപ്പെടുന്നു. ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതയുണ്ടായാൽ നഗരത്തിൽ പുണ്യവാനായിരിക്കുന്ന ഏതോ വ്യക്തിയുടെ അസാന്നിധ്യമാണ് അതിന് കാരണമെന്ന് ആളുകൾ കരുതി പോന്നിരുന്നു. ഇപ്രകാരം അക്രൂരൻ്റെ അഭാവം നിമിത്തം അമംഗളങ്ങൾ സംഭവിക്കുന്നു എന്നൊരു കിംവദന്തി ദ്വാരകയിലുടനീളം പടർന്നു പിടിച്ചു. അക്രൂരൻ സ്ഥലം വിട്ടതിനെ തുടർന്ന് സമന്തകരത്നത്തിൻ്റെ അഭാവം മൂലം അമംഗളങ്ങൾ സംഭവിക്കുന്നു എന്നും നഗരത്തിലെ മുതിർന്ന ആളുകൾക്ക് തോന്നി തുടങ്ങി. ജനങ്ങൾ പരത്തുന്ന ഈ കിംവദന്തി കൃഷ്ണൻ്റെ ചെവിയിലും എത്തി. കൃഷ്ണൻ കേട്ടപ്പോൾ ഉടനെ കാശിരാജത്ത് നിന്ന് അക്രൂരനെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചു. അപ്പോൾ അക്രൂര് അവിടെയെല്ലാം മഴയില്ലാതിരുന്ന സ്ഥലത്ത് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു, മഴയുണ്ടാകുന്നു എന്നൊക്കെ കാശിരാജത്ത് സംഭവിച്ച കാര്യങ്ങളും കൃഷ്ണൻ അറിഞ്ഞു. ദ്വാരകയിലെ പരിണിത ഫലങ്ങളും അറിഞ്ഞു. മറ്റുള്ളവരിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടറിഞ്ഞു. അതുകൊണ്ട് അക്രൂരൻ എവിടെയുണ്ടെന്നോ അല്ലെങ്കിൽ ഈ സമന്തകരത്നം എവിടെയുണ്ടെന്നും കണ്ടുപിടിക്കാൻ ആർക്കും വിഷമമില്ലാത്ത ഒരു ശക്തി അതിനുണ്ട്. അതിരിക്കുന്നിടത്ത് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും, മഴയില്ലാത്തടത്ത് മഴ പെയ്യും, ദുരന്തങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാവിധ ഐശ്വര്യങ്ങളും ആ രാജ്യത്തുണ്ടാകും എന്ന് കൃഷ്ണനും അറിയാമായിരുന്നു. അപ്പം അക്രൂരനെ തിരിച്ചു വിളിപ്പിക്കാൻ തീരുമാനിച്ചു. അക്രൂരൻ കൃഷ്ണൻ്റെ അമ്മാവനാണ്.
അതിനാൽ അദ്ദേഹം ദ്വാരകയിൽ മടങ്ങി വന്നപ്പോൾ ഉയർന്ന പദവിയിലുള്ള വ്യക്തിയെ എന്ന പോലെയാണ് ഭഗവാൻ കൃഷ്ണൻ ആദ്യം അദ്ദേഹത്തെ സ്വീകരിച്ചത്. എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവാണ് കൃഷ്ണൻ. ഓരോരുത്തരുടെയും ഹൃദയത്തിനുള്ളിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. അപ്രകാരം ശതധന്യാവുമായിട്ട് അക്രൂരൻ നടത്തിയ ഗൂഢാലോചനയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിന് മനസ്സിലാകുകയും ചെയ്തു. അതിനാൽ മന്ദഹസിച്ചുകൊണ്ട് കൃഷ്ണൻ അക്രൂരന് വലിയ മഹത്വം കൊടുത്ത് സ്വീകരിച്ചു. അക്രൂരനോട് ഇപ്രകാരം പറയാനും തുടങ്ങി. അക്രൂരനെ പ്രതാപികളിൽ മുഖ്യൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, പ്രിയപ്പെട്ട മാതുല, സമന്തക രത്നം ശതധന്യാവ് അങ്ങേ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. സത്രാജിത്തിന് പുരുഷ സന്താനങ്ങളില്ലാത്തതിനാൽ തൽക്കാലം ആ രത്നത്തിന് പ്രത്യക്ഷത്തിൽ അവകാശികളായിട്ട് ആരുമില്ലതാനും. അദ്ദേഹത്തിൻ്റെ പുത്രിയായിരിക്കുന്ന സത്യഭാമയ്ക്ക് ആ രത്നത്തിൽ വലിയ താല്പര്യവുമില്ല. എന്നിരുന്നാലും സത്രാജിത്തിൻ്റെ പേരക്കുട്ടിയായി അവൾക്ക് ജനിക്കാൻ പോകുന്ന പുത്രൻ പിന്തുടർച്ച അവകാശം സംബന്ധിച്ച നിയമ തത്വങ്ങളെല്ലാം അനുഷ്ഠിച്ച ശേഷം രത്നത്തിൻ്റെ നിയമ അനുസൃതമായിരിക്കുന്ന അവകാശിയായി തീരും. സത്യഭാമ ഗർഭിണിയാണെന്നും രത്നത്തിൻ്റെ യഥാർത്ഥ അവകാശി അവളുടെ പുത്രനായിരിക്കുമെന്നും അവന് വേണ്ടിയിട്ട് രത്നം കൈക്കലാക്കുമെന്നാണ് ഈ പ്രസ്താവം വഴി ഭഗവാൻ സൂചിപ്പിച്ചത്. കൃഷ്ണൻ തുടർന്ന് സാധാരണ മനുഷ്യർക്കാർക്കും സൂക്ഷിക്കാൻ കഴിയാത്തത്ര ശക്തിയുള്ളതാണ് ഈ രത്നം. തികഞ്ഞ ധാർമ്മികനാണ് അങ്ങെന്ന് എനിക്കറിയാം. അതിനാൽ രത്നം അങ്ങയുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുന്നതിൽ ഒരു വിരോധവുമില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. രത്നം അങ്ങയുടെ കയ്യിലുണ്ടെന്ന് നാം പറഞ്ഞത് നമ്മുടെ ജ്യേഷ്ഠൻ ശ്രീ ബലരാമൻ വിശ്വസിക്കുന്നില്ല. അതിനാൽ വിശാല ഹൃദയനായിരിക്കുന്ന മഹാത്മൻ നമ്മുടെ മറ്റ് ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് ആ രത്നം നമ്മെ ഒന്ന് കാണിച്ചു തരണമെന്ന് നാം അഭ്യർത്ഥിക്കുന്നു. അവർക്ക് സമാധാനമാകട്ടെ. അങ്ങയുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും കട്ടി സ്വർണം കൊണ്ട് നിർമ്മിച്ച വേദിയിൽ യാഗം നടത്താറുണ്ടെന്നും പല കിംവദന്തികളിലൂടെയും എല്ലാവർക്കും അറിയാവുന്ന സ്ഥിതിക്ക് അങ്ങയുടെ കയ്യിൽ രത്നമുണ്ടെന്ന സത്യം അങ്ങയ്ക്ക് നിഷേധിക്കാനാകില്ലല്ലോ. അപ്പോൾ ഭഗവാൻ ഇതെല്ലാം അക്രൂരൻ്റെ കയ്യിൽ രത്നമുണ്ടെന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചു. അതുകൊണ്ട് സത്രാജിത്തിൻ്റെ അന്തിമ കർമ്മങ്ങളും അതിൻ്റെ എല്ലാവരെയും ക്ഷണിച്ചു ചെയ്ത് ദ്വാരകാ നിവാസികളെ ഏത് കുലത്തിലുള്ളവരെ എല്ലാം വിളിച്ചു വരുത്തി. എന്നിട്ട് അതിൽ അക്രൂരനെ കൂട്ടിക്കൊണ്ടുവന്ന് മഹത്വം നൽകി സ്വീകരിച്ചിരുത്തി. എന്നിട്ട് ബന്ധുവാണ്, അതുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൃഷ്ണൻ ഈ സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് സത്യം വെളിപ്പെടുത്തിയിട്ടും അക്രൂരൻ്റെ കയ്യിൽ ഈ രത്നമുണ്ടെന്നുള്ളത് ബലരാമന് പോലും വിശ്വസിക്കാൻ സാധിച്ചില്ല എന്നർത്ഥം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, എല്ലാവരുടെയും മുമ്പിൽ രത്നം എടുത്ത് കാണിക്കാൻ പറഞ്ഞു. രത്നത്തിൻ്റെ ഗുണവിശേഷങ്ങൾ എല്ലാവർക്കും നന്നായി അറിവുള്ളതാണ്. ആഭരണം ഇരിക്കുന്നിടത്ത് അത് സൂക്ഷിക്കുന്നവന് വേണ്ടിയിട്ട് ദിനം പ്രതി 10 ഭാരം സ്വർണം അത് ഉൽപ്പാദിപ്പിക്കും. ആ അളവിൽ അക്രൂരന് സ്വർണം കിട്ടിക്കൊണ്ടിരുന്നു. യാഗാദി കർമ്മങ്ങൾക്കായുള്ള അദ്ദേഹം അത് വാരിക്കോരി വിതരണം ചെയ്തിരുന്നു. അക്രൂരൻ കാണിക്കുന്ന ഈ ധാരാളിത്തം സമന്തരത്നം കയ്യിലുണ്ടെന്നതിന് സംശയാതീതമായ തെളിവാണെന്ന് കൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. അപ്പോൾ കണ്ടുപിടിക്കാനൊരു വിഷമവുമില്ല. ഈ രക്തം ആര് കട്ടുകൊണ്ട് പോയാലും എവിടെയാണോ അനധികൃതമായിട്ട് സമ്പാദ്യവും വലിയ ഐശ്വര്യവും പ്രകടമാകുന്നത് അവിടെ എന്തോ രഹസ്യമുണ്ടെന്നുള്ളത് അറിയാം. അപ്പം അക്രൂരൻ്റെ കയ്യിൽ ഇതിലുള്ളത് കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ സ്വർണം കൊണ്ട് യാഗാദി കർമ്മങ്ങൾ യാതൊരു ലോഭവുമില്ലാതെ വാരിക്കോരി വിതരണം ചെയ്തിരുന്നു. അക്രൂരെ കാണിക്കുന്ന ഈ ധാരാളിത്തം സമന്തരത്നം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവാണെന്ന് കൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. സൗഹൃദമട്ടിൽ മധുരമായ ഭാഷയിൽ കൃഷ്ണൻ യഥാർത്ഥ വസ്തുത വെളിപ്പെടുത്തുകയും തന്നിൽ നിന്ന് ഒരു കാര്യവും മറച്ചു വയ്ക്കാനാവില്ലെന്ന് അക്രൂരനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ വസ്ത്രത്തിൽ പൊതിഞ്ഞു വച്ചിരുന്ന സൂര്യനെ പോലെ തിളങ്ങുന്ന വിലപ്പെട്ട രത്നം അക്രൂരൻ എല്ലാവരുടെയും മുമ്പിൽ എടുത്തു കാണിച്ചു. ഭഗവാൻ കൃഷ്ണൻ ആ രത്നം എടുത്തു. അവിടെ കൂടിയിരുന്ന തൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണിച്ചു. തുടർന്ന് ദ്വാരകാപുരിയിൽ അക്രൂരൻ തന്നെ ആണത് സൂക്ഷിക്കുന്നത് എന്ന് അവർക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ ആ രത്നം വീണ്ടും അവിടെ കൂടിയിരുന്നവരുടെ സാന്നിധ്യത്തിൽ അക്രൂരന് തന്നെ തിരികെ കൊടുക്കുകയും ചെയ്തു.
ഇപ്രകാരം സമന്തക കഥ വളരെ പ്രധാനമാണ്. ഈ കഥ കേൾക്കുകയോ പറയുകയോ സംസ്മരിക്കുകയോ ചെയ്താൽ എല്ലാത്തരം ദുഷ്കീർത്തിയിൽ നിന്നും പാപങ്ങളിൽ നിന്നും വിമുക്തനായിട്ട് ശാന്തിയുടെ സർവോന്നത വിധാനത്തിൽ എത്തുമെന്ന് ഭാഗവതം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് ഈശ്വരനെ ഭജിച്ചിട്ട് ഇഷ്ടഭോഗങ്ങൾ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ആ ഇഷ്ടഭോഗങ്ങൾ തൻ്റെ എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വച്ചിരുന്നാൽ അവർ എൻ്റെ മുമ്പിൽ കള്ളന്മാരാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി അത് കിട്ടിയാലോ? ഇപ്പം സത്രാജിത്ത് എന്ന് പറയുന്ന ഒരു രാജാവ്, യദുകുല രാജാവ് തന്നെ തനിക്ക് സൂര്യനെ ഉപാസിച്ചിട്ട് കിട്ടിയ സമന്തകരത്നം, അതിൽ നിന്ന് ദിവസം 10 തോല സ്വർണ്ണം, 10 ഭാരം സ്വർണം ദിവസവും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്തത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടഭോഗം എന്ന് പറയുന്നത്. അത് തൻ്റെ കുടുംബത്തിനെന്ന് മാത്രമല്ല, എത്ര വാരിക്കോരി ചിലവാക്കിയാലും ദിവസവും കിട്ടുന്നതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുകയോ ഇല്ലെങ്കിൽ ഇല്ലാതെ വരികയോ ചെയ്യുന്നില്ല. അതനുസരിച്ച് ഉപാസിക്കുന്നതനുസരിച്ച് അത് ദിവസവും അത് പ്രദാനം ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം ഇതേപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പം സൂര്യനെ പോലെ തേജസ്വി ആയിരിക്കുന്ന ആ രത്നം സൂക്ഷിക്കുന്നവർക്കൊക്കെ അതിൻ്റെ സൂര്യൻ്റെ തേജസ്സൊക്കെ ഉണ്ടായിരുന്നു സത്രാജിത്തിന്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞതാണ്, ഇത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് രാജാവിനെ തന്നെ ഏൽപ്പിക്കണം, ഉഗ്രസേന മഹാരാജാവിനെ തന്നെ ഇത് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞതാണ്. എന്ന് കേട്ടില്ല. അത് അഹങ്കാരത്തിൻ്റെ വെളിച്ചത്തിൽ അത് സാധിച്ചില്ല. എന്നിട്ട് പിന്നീട് തൻ്റെ തന്നെ പുത്രൻ അതെടുത്തുകൊണ്ട് പോയിട്ട് നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പം അത് കൃഷ്ണനാണ് ഒരിക്കൽ ചോദിച്ചത്, അതുകൊണ്ട് കൃഷ്ണൻ തന്നെയാണ് അത് എടുത്തുകൊണ്ട് പോയതെന്ന് പറഞ്ഞ് വെറുതെ കൃഷ്ണനെ തെറ്റിദ്ധരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ കള്ളനാക്കി. ഭഗവാൻ തന്നെ അതിനു വേണ്ടിയിട്ട് പ്രയത്നം ചെയ്ത് അന്വേഷിച്ച് അത് കണ്ടുപിടിച്ചു. തിരിച്ച് സത്രാജിത്തിനെ തന്നെ കൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ തനിക്ക് പറ്റിയ അബദ്ധമൊക്കെ മനസ്സിലായിട്ട് ഈ രത്നം ശ്രീകൃഷ്ണന് തന്നെ സമർപ്പിച്ചു. കൂടെ തൻ്റെ പുത്രിയും കൂടെ വിവാഹം കഴിച്ചു കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഈ അക്രൂരനെ പോലെയുള്ള ഭക്തരും, കൃതകർമാവ് കംസൻ്റെ ഒരു സുഹൃത്തായിരുന്നു, ശ്രീകൃഷ്ണനുള്ള വിരോധം നിമിത്തം ഈ സത്രാജിത്തിൻ്റെ മകളെ വിവാഹം കഴിക്കണമെന്നൊക്കെ ഓർത്തിരുന്ന ശതധന്വാവ്, കൃതകർമാവ്, ഇവരെല്ലാവരും കൂടെ 3 പേര് കൂടിയിട്ട് ഒരു ഗൂഢാലോചന നടത്തി സത്രാജിത്തിനെ കൊന്ന് ആ രത്നം കൈക്കലാക്കും. ഇതാണ് വീണ്ടും ഭഗവാൻ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശതധന്വാവിനെ അന്വേഷിച്ച് പോയിട്ട് ശതധന്വാവിനെ കൊന്നു. പക്ഷേ ഈ രത്നം എവിടെയാണെന്ന് അറിയാൻ പറ്റിയില്ല. അപ്പോൾ ഇതിരിക്കുന്നിടത്ത് അതിൻ്റെ എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് കണ്ടുപിടിക്കാനും വിഷമമുണ്ടായില്ല. അക്രൂരുടെ കയ്യിലുണ്ടായിരുന്നു. അത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ അക്രൂരുടെ കയ്യിൽ നിന്നും വെളുതിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് അക്രൂരെ തന്നെ അത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വൈദിക കാര്യം എന്താണെങ്കിലും വേണ്ടില്ല. നമ്മൾ ഈശ്വരനെ ഭജിച്ചിട്ട് എന്ത് ഇഷ്ടഭോഗം കിട്ടിയാലും വേണ്ടില്ല, ഒരു കയ്യിൽ കിട്ടുന്നത് മറുകൈ അറിയാതെ അത് ചിലവാക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. തുടർന്നും പരസ്പരം ഭാവയന്തക ശ്രേയ പരമവാപ്സ്യത എന്നാണ് പറഞ്ഞേക്കുന്നത്. ദേവാൻ ഭാവ, ഈ ഒരൊറ്റ ശ്ലോകം പാഠമാക്കിയാൽ മതി. ദേവാൻ ഭാവയതാൻ ഏനതേ ദേവ ഭാവയന്തുവാക പരസ്പരം ഭാവയന്തക ശ്രേയ പരമവാപ്സ്യത. നമ്മൾ ഏത് ഇഷ്ടദേവതയെ ഉപാസിച്ചാലും വേണ്ടില്ല, നമ്മുടെ ഇഷ്ടഭോഗങ്ങൾ നമ്മൾ ഏത് ഭാവത്തിൽ ഭജിക്കുന്നോ, എന്താഗ്രഹിച്ചുകൊണ്ട് ഭജിക്കുന്നോ അതെല്ലാം സാധിപ്പിച്ചു തരും. ആത്മാർത്ഥമായ ഭജനത്തിൽ നിന്ന് കിട്ടും. അത് കിട്ടിയാലും എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും എടുത്തു വയ്ക്കരുത്. ഒരു കയ്യിൽ കിട്ടുന്നത് മറുകൈ അറിയാതെ ചിലവാക്കിയാൽ അത് ശ്രേയസ്സായിട്ട് മാറും. ശ്രേയസ് എന്ന് പറഞ്ഞാൽ തലമുറകളോളം ഉപയോഗിക്കാൻ തക്കവണ്ണം ശ്രേഷ്ഠമായതായിട്ട് നിലനിർത്താൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ യോഗക്ഷേമം. അതാണ് ഇതിൽ നിന്നും ഏറ്റവും അത് ചെയ്യുന്നിടത്ത്, ഇല്ലെങ്കിൽ അത് ആ ഉപാസന നടത്തുന്നവരുടെ കുടുംബത്തിലോ ഇല്ലെങ്കിൽ ആ വ്യക്തികളെ കണ്ടാലോ അതിൻ്റെ ഓജസ്സും തേജസ്സും അതിൻ്റെ ഐശ്വര്യവും ഒക്കെ അതുള്ളിടത്ത് ഈ സമന്തകമണി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇഷ്ടഭോഗമാണെന്ന് മനസ്സിലാക്കണം. യഥാർത്ഥ ഇഷ്ടദേവതയെ ഭജിച്ചാൽ സൂര്യനാണ് യഥാർത്ഥ ശക്തി. ആ സൂര്യനെ ഭജിച്ച് പ്രചോദിപ്പിക്കുന്ന ബുദ്ധി കൈവരിക്കപ്പെടുന്ന മേധാബുദ്ധി കൈവരുത്തപ്പെടുന്നതാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് ഇഷ്ടഭോഗങ്ങളൊക്കെ വേണ്ട വിധത്തിൽ ഈ ഭൗതിക ബന്ധങ്ങളെ കൊണ്ട് ഒരിക്കലും സംഘദോഷവും സമ്പർക്കദോഷവും ഉണ്ടാക്കി ദുഃഖം അനുഭവിക്കേണ്ടി വരികയില്ല.
മേധാബുദ്ധി ഉയർത്തിക്കൊണ്ട്, അതായത് ഈ സമന്തകമണി എന്ന് ഉദ്ദേശിക്കുന്നത് സൂര്യനെ ഭജിച്ചിട്ട് കിട്ടുന്ന മേധാബുദ്ധിയാണ്. ഇതാണ് ഗായത്രി മന്ത്രവും വെളിപ്പെടുത്തുന്നതെന്നർത്ഥം. അപ്പം അത്തരത്തിൽ ഒരു ശക്തിയെ ആർജിച്ചു കഴിഞ്ഞാൽ അവർക്ക് അനായാസന ജീവിതം സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിയാതെ ജീവിക്കാൻ സാധിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് നിത്യവും ആര് സ്മരിക്കുന്നുവോ അവർക്ക് ഈ പറയുന്ന മേധാബുദ്ധി സൂര്യനെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. ദിയോധോന പ്രചോദയാതെന്ന് ഗായത്രി മന്ത്രത്തിൻ്റെ ശ്രേഷ്ഠത ആ സൂര്യബുദ്ധി എന്നിൽ പ്രചോദിപ്പിക്കണമെന്ന പ്രാർത്ഥനയാണ്. അത് പ്രചോദിപ്പിക്കുന്നതാണ് മേധാബുദ്ധി. ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭൗതികമായാലും ആത്മീയമായാലും എല്ലാ കാര്യത്തിലും നമ്മൾ ജാഗ്രതയോടുകൂടി ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഉപയോഗിക്കാൻ പഠിച്ചാൽ അത് ഉപാസനയിൽ നിന്ന് ഈശ്വരൻ്റെ കൃപയിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് അറിയുക. ഇതാണ് ഈ സമന്തകമണിയുടെ കഥ. ഇത് നമുക്ക് ഇന്ന് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ഇത് ദിവസവും ആര് സ്മരിക്കുന്നുവോ അതനുസരിച്ചുകൊണ്ട് ഈശ്വര ഉപാസന നടത്തുന്നുവോ അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്കിവിടെ സമർപ്പിക്കാം. അടുത്ത അധ്യായം അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.